എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ചീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്തിട്ട് എന്താണോ വായിക്കുന്നത് അവരെ കുറിച്ച് മൈൻഡിൽ വരുന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ മറ്റേ ബിഗ് ബോസ് ടാസ്ക് പോലെ എല്ലാം 1 by 1 ടാസ്ക് തന്നോണ്ടിരിക്കുകയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ടാസ്ക് ഒക്കെ. ഇടയ്ക്കിടയ്ക്ക് ഒരു ടാസ്ക് ഇല്ലെങ്കിൽ ബോറല്ലേ? യെസ്. എന്താണ് കിച്ചൺ ടീം? കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത വെറൈറ്റി ഉള്ള ടീമാണ്. നിങ്ങൾക്ക് കണ്ടന്റ് ഡൗൺ ആവുകയാണെങ്കിൽ വീട്ടിൽ, ഞാൻ ഗെയിം പെർസ്പെക്റ്റീവ് സംസാരിക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ഗെയിം ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഫ് യുവർ ഗെയിം ഇസ് ഗോയിങ് ഡൗൺ ഇൻ ദ ഹൗസ്, ക്യാപ്റ്റനോട് കാല് പിടിച്ച് പറ കിച്ചൺ ടീമിൽ കയറണം. കിച്ചണിലാണ് കണ്ടൻസ്. യെസ്, കിച്ചണിലാണ് എല്ലാം ക്രിസ്പ് സാധനങ്ങളൊക്കെ, എല്ലാം നല്ല നാച്ചുറൽ സംസാരം. ഞാൻ തക്കാളി കട്ടി ഭയങ്കര നാച്ചുറലായി തോന്നും. ഒരു സിനിമ പെർസ്പെക്റ്റീവ്, ഞാനൊരു സിനിമ ലവറാണല്ലോ. ഒരു ഫ്രെയിം വെച്ചാൽ കിച്ചൺ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ. അപ്പോൾ കിച്ചൺ ടീം ഇസ് ഫോർ പീപ്പിൾ ഹു വാണ്ട് ടു ഹാവ് കണ്ടന്റ് ആൻഡ് ബി ആക്റ്റീവ് ഇൻ ദ ഹൗസ്. ഏറ്റവും കൂടുതൽ കിച്ചൺ ടീമിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. എല്ലാം 2-3 വീക്സിൽ ഞാൻ കിച്ചൺ ടീമാണ്. ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി സ്പെഷ്യലിസ്റ്റൊക്കെ വിളിക്കാൻ തുടങ്ങി എന്നെ മറ്റേ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ. അപ്പോൾ കിച്ചണിനോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്. ഐ എം വെരി അറ്റാച്ച്ഡ് ടു ദ കിച്ചൺ ടീം. ഐ ഹവ് ഡൺ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം എനിക്ക് ബീട്രൂട്ട് ഉണ്ടാക്കാൻ അറിയാം, ക്യാബേജ് സോറിന് ഉണ്ടാക്കാൻ അറിയാം, ദാൽ ഉണ്ടാക്കാൻ അറിയാം, ചപ്പാത്തി ഉണ്ടാക്കാം, ജീര റൈസ്, മറ്റേ ചോറ് ക്ലീൻ ചെയ്യാൻ അറിയാം, പാലിൻ്റെ കുറച്ച് ലഡ്ഡു ഉണ്ടാക്കാൻ. എന്തൊക്കെ ഞാൻ പഠിച്ച്, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗുരുകുല് പോലെയാണ്. ഉമ്മാതി സ്ഥലങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടാവും. എല്ലാം പഠിച്ചു. സീരിയസ്ലി ഐ ലേൺഡ് എ ലോട്ട് ഫ്രം കിച്ചൺ. എവിടെ ഒറ്റയ്ക്ക് കൊണ്ടിട്ടാലും ജീവിക്കാം. അത് ബിഗ് ബോസ് കൊടുത്തൊരു ഒരു ലേണിംഗ് ആണ്. നെക്സ്റ്റ് കക്കൂസ് ടീം ക്യാപ്റ്റൻ. നിങ്ങൾ താഴെ ലക്ഷ്മിയും കൂടി എടുത്തിക്കോ അവിടെ. കക്കൂസ് ടീം ക്യാപ്റ്റൻ. ഞാൻ ഇത് ബേസിക്കലി ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയ പേരാണ് കക്കൂസ് ടീം ക്യാപ്റ്റൻ. ഇത് ഞാൻ ഈ വീട്ടിൽ കയറിയപ്പോൾ ഞാൻ ഐ യൂസ് ടു ബി ലൈക്ക് ടോയ്ലറ്റ് ടീം ക്യാപ്റ്റൻ ആരാ. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ടോയ്ലറ്റ് ഒന്നും അല്ല അക്ബർ, നിന്റെ ഇംഗ്ലീഷൊക്കെ നീ നാട്ടിൽ വെച്ചാൽ മതി, ടോയ്ലറ്റ് ഒന്നും അല്ല, ഇവിടെയൊക്കെ കക്കൂസേ പറയുള്ളൂ നമ്മൾ. ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി തൊട്ട് ഞാൻ കക്കൂസ് ടീം പറയുള്ളൂ. അങ്ങനെ പറഞ്ഞ ട്രെൻഡായി വന്നു. ആരും പറയുമ്പോൾ കക്കൂസ് ടീം. അപ്പോൾ അവൾ ലക്ഷ്മിനോട് പറയുന്നു കക്കൂസ് ടീം അല്ല, ഇറ്റ്സ് വാഷ്റൂം ടീം. അപ്പോൾ ഈ ടീമിനോട് എനിക്ക് അറ്റാച്ച്മെൻറ്റ് പറഞ്ഞാൽ ഇതിനകത്ത് പണി ഭയങ്കര കുറവാണ്. ഗെയിം പെർസ്പെക്റ്റീവിൽ നമുക്കവിടെ പോയി റിലാക്സ് ചെയ്യാൻ വേണ്ടി കക്കൂസ് ടീം എടുക്കാം, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാം, നല്ലോണം ചെയ്യാം. അങ്ങനെ യെസ്. ബെഡ്ഷീറ്റ് ഇഷ്യൂ. ഞാനും ജിസയിലുണ്ടായ ഇഷ്യൂ അല്ലേ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാൻ ഉണ്ട്. ഇനി വീടിനകത്ത് കയറുമ്പോൾ ഞാൻ പുതപ്പിട്ട് കയറിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. റീ എൻട്രി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ മൈൻഡിലൊക്കെ ഉണ്ടായിരുന്നു റീ എൻട്രി ചെയ്യാൻ. പക്ഷേ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവർ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അത് കാരണം എനിക്ക് നല്ല ഹൈപ്പ് കിട്ടിയെന്ന് ഞാൻ കണ്ടു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ എൻ്റെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നു. ഈ ആര്യൻ സദാചാരം പാടില്ല. ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കൊടുത്തൊരു ലേർണിംഗ് ഔട്ട്സൈഡ്. ആൾക്കാർ ഫൈറ്റ് മാത്രം തക്കളിയൊക്കെയാണല്ലോ ഇഷ്യൂ ഈ വീട്ടിൽ. ഐ ടോട്ട് ദ സൊസൈറ്റി ദാറ്റ് സദാചാരം നല്ലൊരു കാര്യമല്ല. നിങ്ങൾക്കൊരു പ്രൈവസി ഉണ്ടാവും. നമ്മളവിടെ ഒരു ബെഡിൽ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വന്നിട്ട് അത് കിസ്സാക്കി, റൊമാൻസ് ആക്കി, പ്രശ്നമാക്കി, പുറത്ത് വിട്ടു, ബാഡ് രീതിക്ക് വിട്ടു, കുഴപ്പമില്ല, ഗെയിം ആവാം. പക്ഷെ അവിടെ ഞാൻ ലേൺ ചെയ്ത കാര്യമാണ്, ഞാനാണ് ഈ വീട്ടിൽ നിന്ന് ഫസ്റ്റ് മെസ്സേജ് പുറത്തോട്ട് കൊടുത്തത്. സദാചാരം എന്ന് പറഞ്ഞ സാധനം നല്ല കാര്യമല്ല. എവരിവൺ ഷുഡ് നോട്ട് പ്രൊമോട്ട് സദാചാരം. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമറ കണ്ടിട്ടില്ല, ലാഡൻ കണ്ടിട്ടില്ല, ഷോസ് ഡയറക്ടർ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അനുമോൾ മാത്രം കണ്ട കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ ജയിച്ചപ്പോൾ എന്നെ കെയിം ടു നോ ദാറ്റ് ഐ എം വെരി റൈറ്റ്. ഞാൻ ഉറപ്പിച്ചു, ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങി പോകുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അത്ര കോൺഫിഡൻ്റ്ലി പറഞ്ഞു, ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ലാഡൻ പറഞ്ഞു ആര്യൻ ഒന്നും കണ്ടിട്ടില്ല, അനുമോൾ ചെയ്ത് തെറ്റാണ്, അത് ഞാൻ എൻ്റെ വിജയമാണ്. അപ്പോൾ ഞാൻ ഒരു പുറത്ത് ലേർണിങ്ങും ഇട്ടു. സൊസൈറ്റിക്കലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സദാചാരം ഇസ് എ ബാഡ് തിങ് എന്ന് പറയുന്ന സാധനം ഇട്ടു. പ്ലസ് ഐ ഗോട്ട് കണ്ടന്റ് ഓൾസോ. എനിക്ക് കുറച്ച് ബാഡൊക്കെ അടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. സ്പോർട്സ്മാനാണ് ഞാൻ ഈ കാര്യത്തിലൊക്കെ. ലക്ഷറി ഐറ്റംസ് എനിക്കങ്ങനെ വലിയ വിലയൊന്നും ഉണ്ടായിട്ടില്ല. ലക്ഷറി ഐറ്റംസ് പണിപ്പുറല്ലേ ഉദ്ദേശിച്ചത്? പണിപ്പുറ ലക്ഷറി ഐറ്റംസ് പറഞ്ഞാൽ എന്താ, പെർഫ്യൂം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒരു സൂപ്പർ റേസർ ബാൻഡിൻ്റെ സാധനം ഉണ്ടായിരുന്നു, ഞാനത് കളഞ്ഞിട്ടില്ല. സൂപ്പർ റേസർ ബാൻഡ് ഹാസ് ബീൻ ബാൻഡ് എനിക്ക് ഫുൾ 30 days ഉണ്ടായിരുന്നു. ഐ എം ദി ഓൺലി കണ്ടസ്റ്റന്റ് ഇൻ ബിഗ് ബോസ് who has not worn clothes of Big Boss. I have only worn my clothes. ബാക്കി എല്ലാവരും ഫസ്റ്റ് മന്ത് കിട്ടിയ തുണികൾ എല്ലാ ദിവസം കഴുകി ഞാൻ എല്ലാ ടാസ്ക് ജയിച്ചു. ഞാൻ 80% ഈ വീട്ടിൽ ഞാൻ ടാസ്ക് എല്ലാം ജയിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പ്രിവിലേജ് എനിക്ക് ഓൾവേസ് ഉണ്ടായിട്ടുണ്ട്. ലക്ഷറി ഐറ്റംസ് പണിപ്പുറ പോകണത് ഞാൻ ഇവർക്ക് വേണ്ടിയാണ്. ഇവരെന്നെ സെലക്ട് ചെയ്യും. ആര്യൻ ഏറ്റവും സ്പീഡിൽ ഫാസ്റ്റാണ്, ആര്യൻ പോട്ടെ പണിപ്പുറ. ഞാൻ ഈ പണിപ്പുറ പോണത് ഇവർക്ക് സാധനം എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. എനിക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. ആ പ്രിവിലേജ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ലക്ഷറി ഐറ്റംസിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ജിസേലിനെയൊക്കെ പറയുന്നത് മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. ശരിക്കും മേക്കപ്പ് യൂസ് ചെയ്യുമായിരുന്നോ? ഞാൻ ആക്ച്വലി ഇവള് ബഹളം വെക്കുമ്പോൾ എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യേണ്ട ഈ കാര്യത്തിൽ അറിയില്ല. ഞാൻ കാണുന്നുണ്ട് അതിൽ റെഡ് ആയിട്ടൊക്കെ അറിയുന്നത്, പക്ഷെ അത് ബീട്രൂട്ട് ആണെന്ന് പറയുന്നത്. ഷീ സെയിങ് ഇറ്റ്സ് ബീട്രൂട്ട്. അപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഐ ലുക്ക്ഡ് അറ്റ് ഇൻ മൈ പെർസ്പെക്റ്റീവ്, നോയിങ് ദാറ്റ് ഐ ലൈക്ക് ജിസേൽ, ഷീസ് പാവാണ് അവൾ.
അത് കാരണം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബീട്രൂട്ടായിരിക്കും. അവൾ എനിക്ക് എന്നോട് പറയും, എന്നോട് സ്പെഷ്യൽ പറയണം ലിപ്സ്റ്റിക് അവൾ ഒപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ എന്നോട് അത്ര ഇഷ്ടമുള്ള കാരണം ബീട്രൂട്ട് തന്നെയാണെങ്കിൽ തോന്നി. ബിക്കോസ് അത് അനു എടുത്തിട്ടുണ്ട്, അനുവിടെ ചുണ്ടും ഭയങ്കര ഇങ്ങനെ റെഡ് ആയിട്ടിരിക്കുക. സോ ഈ കാര്യത്തിൽ എനിക്കത് ഉറപ്പില്ല. നെക്സ്റ്റ് ടിക്കറ്റ് ടു ഫിനാലെ. ഇതൊക്കെ ഒന്നും ഇടാതെ നിങ്ങളിങ്ങനെ ഒരാളെ ഇമോഷണൽ ആക്കി നിങ്ങളെ ആളെ കൊന്നു കളയാതെ. പക്ഷെ ഇതൊക്കെ ഞാൻ എത്ര പോയിന്റിനാണ് തോറ്റത്? 5 പോയിന്റ്. 15 ടാസ്ക് ഉണ്ടായതാ, 8 ടാസ്കിൽ ഒതുക്കി. അപ്പോൾ എൻ്റെ പ്ലാനിങ്, ഞാനൊരു സ്പോർട്സ്മാനാണ്. നമുക്കൊരു ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഒരു സീരീസ് ഉണ്ടാവും. സീരീസിൽ എത്ര മാച്ചെന്ന് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ പറയും 4 മാച്ചുണ്ട് ആര്യൻ, 4 മാച്ചിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടപ്പോൾ എഴുതിയ ഫോർമേഷൻ കണ്ടപ്പോൾ 15 ടാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മൈൻഡിൽ പ്ലാൻ ചെയ്തത് 15 ടാസ്കിന് വേണ്ടിയാണ്. മഴ കാരണം കുറേ ടാസ്ക് വാഷ് ഓഫ് ചെയ്തു. 6 പോയിന്റ് എന്തോ ലീഡിലിരിക്കുമ്പോഴാണ് നൂറ ബിഗ് ബോസ് പറയുന്നത് ഇത് നിങ്ങളുടെ അവസാനത്തെ ടാസ്ക് ആയിരിക്കും. അപ്പോൾ എൻ്റെ പ്ലാനിങ്, എൻ്റെ പ്ലോട്ടിങ് എല്ലാം പാളിസായി. എനിക്കറിയാവുന്ന 2-3 ടാസ്ക് ഇനി പറഞ്ഞാൽ ഞാൻ അത് മോണോപ്പൊളി എടുത്ത് ലീഡ് എടുക്കും, പിടിച്ചെടുക്കും. 5 പോയിന്റല്ലേ ഉള്ളൂ. പക്ഷെ അത് ടിക്കറ്റ് ഫിനാലെ എൻ്റെ അവിടെ എൻ്റെ കരിയറിൻ്റെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ജേർണിയുടെ എൻഡായിരുന്നു. ഞാനിതുവരെ ഒരു ടാസ്കും തോറ്റിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ദ ഹയസ്റ്റ് പേഴ്സൺ ടു വിൻ ടാസ്ക്സ് ഇൻ ടിക്കറ്റ് ഫിനാലെ ഞാനാണ്. 4 പ്രാവശ്യം 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അട്ടിപ്പിച്ച് ഐ ബീറ്റ് 8 പീപ്പിൾ ഇൻ 1 ടൈം, മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ അവിടെ ഞാൻ സെക്കൻഡ് പൊസിഷനിലാണ്. അതിന് മുമ്പിലത്തെ 3 വീക്ക്ലി ടാസ്കും ജയിച്ചുകൊണ്ടിരിക്കുക. ഇത്ര എഫേർട്ട് കൊടുത്ത് ഞാൻ ടിക്കറ്റ് ഫിനാലെ കാരണം ഞാൻ പുറത്തായി. അതിൻ്റെ റിസോഴ്സിന് വെരി ഇമോഷണൽ. ഇറ്റ്സ് I don't know how to explain it to you. It's an emotional thing for me. അവിടെ ജയിക്കേണ്ട സാധനമായിരുന്നു ഞാൻ. പട്ട ഗേൾസ്. പട്ട ഗേൾസ് എന്ന് പറഞ്ഞാൽ ബ്രൂച്വൽ ട്രൂത്ത് ഇസ് ദാറ്റ് പട്ട ഗേൾസ് ആയിട്ട് അങ്ങനെ പോകരുത്. ഭയങ്കര ബാഡ് വേ ഓഫ് കമ്മിങ് ആസ് എ ടീം. പ്ലേ അലോൺ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണുമ്പോൾ ഇവരിങ്ങനെ പട്ടായ പോകുന്ന ഒരു ടീം പോലെ ആയിരുന്നു ഇനിഷ്യലി വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ പട്ടായ ഗേൾസ് തുടങ്ങി, ലാസ്റ്റ് ഇവർ പട്ടയായി. അപ്പോൾ ഇങ്ങനെ പട്ട ഗേൾസ് എന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞു. ബേസിക്കലി ഇവർ എന്ത് ചെയ്താലും ഒരുമിച്ചാണ്. ഫുഡ് കഴിച്ചാലും വാഷ്റൂം പോയാലും മറ്റേ ചേഞ്ചിങ് റൂമിൽ പോയാലും എവിടെ പോലും ഒരുമിച്ചാണ് ഈ 3 പേരും. അപ്പോൾ അങ്ങനെ നമ്മൾ പട്ട ഗേൾസ് വിളിക്കാൻ തുടങ്ങി. ഒരു ഫൺ രീതിക്ക് ഒരു കോമഡിയാണ് ഇവർ 3 പേരും. ഇങ്ങോട്ട് അങ്ങോട്ട് സെയിം വോട്ട് മറിച്ചുകൊണ്ടിരിക്കും, സെയിം ഡിസ്കഷൻ, വോട്ടിന് ഡിസ്കസ് ചെയ്യും. 3 പേര് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നു. പിന്നെ ഭയങ്കര സ്മാർട്ടായിരുന്നു ഇവർ 3 പേരും പട്ട ഗേൾസ്. ലാസ്റ്റ് വരെ പോകുന്നുണ്ട്. പിങ്ക് സോഫ. ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലമായിരുന്നു പിങ്ക് സോഫ. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ സോഫയിൽ. ഈ സോഫയിൽ എന്ന് പറഞ്ഞാൽ ഇരുന്ന മൊത്തം വീട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക കോർണറിൽ. എല്ലാവരും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ നിന്ന് കേൾക്കാം, അവിടെ പ്രശ്നം ഉണ്ടായാൽ അവിടെ നിന്ന് കേൾക്കാം. എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാം. ലൈവാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ്. ഐ ലവ് ദിസ് സോഫ. അത് കുറച്ച് ഓവറായിരുന്നു. അത് കാരണം ഞാൻ മറക്കൂല ഈ സോഫ. നല്ല ഓവർ അഭിനയമായിരുന്നു. ജയിൽ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ 85 ഡേയ്സ് നിന്നു. ഒരു തവണ ഞാൻ ഈ ജയിലിൽ ഞാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മാതിരി കുറ്റങ്ങൾ ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. അതുകൊണ്ടല്ലേ ആൾക്കാരെ ജയിലിൽ വിടാത്തത്.